നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് അധികാരത്തിൻ്റെ, ആത്മീയ അധികാരത്തിൻ്റെ 5 മെത്തേഡുകളാണ്. അതിന് മുഖാന്തരം അതിലെ ഒന്നാമത്തെ കാര്യമാണ് ഒന്ന്, ദ നെയിം ഓഫ് ജീസസ് ആസ് എ വെപ്പൺ. യേശുവിൻ്റെ നാമം ഒരു ആയുധമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അപ്പോൾ തന്നെ പിതാവായ ദൈവം എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ച് അയച്ചു. യേശു എന്തെല്ലാം പിതാവ് പറഞ്ഞതും ചെയ്തതും, പിതാവ് ചെയ്തതും പറഞ്ഞതും കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ പിതാവ് കൊടുത്ത അധികാരത്തിൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ, ഇപ്പൊ നമ്മൾ ആരാ, അവരെ കൈക്കൊണ്ട് അവന്റെ നിയമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ശിഷ്യർ പറഞ്ഞ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഉപദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകണം. ആകാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്, ആകാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അധികാരം ഉപയോഗിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉന്നതമായ, എല്ലാ നാമത്തേക്കാൾ മേലായ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം ഒരു ആത്മീയ ആയുധമാണ്. The name of Jesus as a weapon. യേശുവിന്റെ നാമത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവൻ യേശു ക്രിസ്തുവിന്റെ നാമം എല്ലാ നാമത്തേക്കാൾ മേലായ നാമം. യേശു ക്രിസ്തുവിന്റെ നാമം വലിയ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം രക്ഷയും പാപമോചനവും നൽകുന്ന നാമമാണ്. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനുണ്ടെങ്കിലും ഇത് ആത്മീയ യുദ്ധത്തിനോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പോർക്കളമേടുകൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ശക്തിയേറിയ ഒരായുധമാണ്. എല്ലാവരും പറഞ്ഞേ, യേശു ക്രിസ്തുവിന്റെ നാമം. അപ്പോസ്തലപ്രവൃത്തി 3:6 വായിക്കുമ്പോൾ അവിടെ പത്രോസും യോഹന്നാനും അവരൊരുമിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് വായിച്ചു. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കാ എന്ന് പറഞ്ഞു. അവനെ ദേവിച്ചാടി അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല. യേശുവിന്റെ നാമം ആദ്യമായിട്ട് പത്രോസ് ഉപയോഗിച്ച ഒരു മേഖലയാണ്. അപ്പോൾ തന്നെ ലൂക്കോസ് 19:17-18 വാക്യങ്ങൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടെ നമ്മൾക്ക് കേൾക്കാം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്തുടങ്ങുന്നു? ഭൂതങ്ങൾ. ഇന്ന് ഈ സബ്ജക്റ്റ് ഞാൻ പഠിപ്പിക്കുമ്പോൾ ആന്തരികമായും ശാരീരികമായും ഒരത്ഭുത വിടുതല് ഇന്ന് രാത്രിയിൽ സംഭവിക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കൊണ്ടോ ചാടുന്നത് കൊണ്ടോ തൊടുന്നത് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ വചനത്തിന്റെ അത്യന്ത ശക്തിയാണ് നമുക്കൊരു വിടുതൽ നൽകുന്നത്. ഇതിനെ എങ്ങനെ നിങ്ങൾ എടുക്കുന്നോ, ഇതെങ്ങനെ വിശ്വസിക്കുന്നോ, എങ്ങനെ സ്വീകരിക്കുന്നോ, എങ്ങനെ ഗ്രഹിക്കുന്നോ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന്റെ ശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. നമ്മൾ പരാജയപ്പെടുന്നത് തിരുവെഴുത്തുകളെ തിരിച്ചറിയായില്ല കൊണ്ടാണ്. കത്തി ഉപയോഗിക്കാൻ അറിയാവുന്നവനെ ഇപ്പൊ നമ്മളത് കരിക്ക് വെട്ടി കൊടുക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് എനിക്കെടുത്ത വാക്ക്. അപ്പൊ എനിക്കതിന്റെ ചെയ്തുള്ള പ്രാക്ടീസ് ഇല്ല. അപ്പൊ കരിക്ക് വെട്ടി കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ എഴുതി ചെത്തിയൊക്കെ കരിക്ക് വെട്ടി കുടിക്കാം. പക്ഷെ ആ കടക്കാർ വെട്ടുന്ന പോലെ വെട്ടാൻ പറ്റത്തില്ല. അവരത് ചെയ്ത അഭ്യാസമുള്ളവരാണ്. ഇതുപോലെ ദൈവത്തിന്റെ വചന തിരുവെഴുത്തുകളെ അറിഞ്ഞെങ്കില് പിശാച് ചിലത് ഇന്ന് ദൂരോട്ട് പോകത്തുള്ളൂ. മനസ്സിലായോ? അവൻ പരാജയപ്പെടാതെ ഒരിക്കലും അവൻ പിന്മാറത്തില്ല. അവനെ പരാജയപ്പെടുത്തുവാനുള്ള കാര്യങ്ങളാണ് ഞാനീ പഠിപ്പിക്കുന്നത്.
എന്റെ കാമ്പൗണ്ടിൽ ഇനി അവൻ കാണാൻ പാടില്ല. ആ ഈ ചർച്ചിന്റെ പരിസരത്ത് അവൻ അടുക്കരുത്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കിടക്കരുത്. എന്റെ തലമുറയെ തുടരുത്. അവൻ എന്റെ കുടുംബത്തെ തുടരുത്. ഈ രാത്രി എത്ര പേർക്ക് ആഗ്രഹം? അപ്പോൾ യേശുക്രിസ്തുവിന്റെ വിലയേറിയതും ശക്തവുമായ നാമം ഉച്ചരിക്കുമ്പോൾ പൈശാചിക ശക്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് നമ്മൾ അറിയാതെ പോകുന്നത്, അത് നമ്മൾ അറിയണം. അപ്പൊ ഇതൊരു മാന്ത്രികമായ സൂത്രമല്ല യേശുക്രിസ്തുവിന്റെ നാമം. ഈ നാമം നാം ഉപയോഗിക്കുന്നത് നമ്മളിൽ നിന്നൊരു കാര്യമുണ്ട്. പൂർണ്ണമായി നാം യേശുക്രിസ്തുവിന് കീഴ്പ്പെടണം. മനസ്സിലായോ? പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്പ്പെടണം, സമർപ്പിക്കണം. കീഴ്പ്പെട്ടെങ്കിലേ ഈ നാമത്തിന്റെ ശക്തി പുറപ്പെടുത്തുള്ളൂ. അതാണ് സ്കേവയുടെ പുരോഹിതന്റെ മക്കൾ യേശുവായിട്ടൊരു ബന്ധവുമില്ല. യേശുവിന് കീഴ്പ്പെട്ടിട്ടില്ല, അധികാരം ലഭിച്ചവരല്ല. അവരെ പിശാച് അടിച്ച് തകർത്ത് കളഞ്ഞു. ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് ഈ നാമത്തിന്റെ ശക്തി. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാര്യം മനസ്സിലാകും. ഇത് എനിക്ക് ഉപയോഗിക്കാൻ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാകും. പക്ഷെ ഉപയോഗിച്ചിട്ട് ഇത് ഫലവത്താകാത്തതിന്റെ കാരണം യേശു ക്രിസ്തുവിന്റെ നാമം ഇതിൽ നിന്ന് പുറപ്പെടുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിന് യേശുവിന് കീഴ്പ്പെടാത്തത് കൊണ്ടാണ്. യേശുവിന്റെ നാമം ഭൂതങ്ങൾ ഭയന്ന് പന്നിക്കൂട്ടത്തിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എതിരദേശത്ത് യേശുവിന്റെ വായിൽ നിന്ന് വീണ ശബ്ദങ്ങൾ യേശു ആരെന്ന് പിശാചിനറിയാം. അവൻ പുറപ്പെടുക എന്ന് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ആ കാണുന്ന പന്നിക്കൂട്ടത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടോ ചോദിച്ചോട്ടെ പോകട്ടെ എന്ന് ചോദിച്ച് ഇതുപോലെ ഇന്നും സംഭവിക്കാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നും ഇപ്പോൾ എവിടെ അല്ല, ഇന്നും ലോകത്ത് സംഭവിക്കും. നമ്മളെ അറിയേണ്ട ഒരു കാര്യത്തിന് പാമ്പ് ഉപയോഗിക്കുമ്പോൾ പിശാചിനെ പാതാളത്തിൽ വിടാനും അഗ്നി നരകത്തിലോട്ട് വിടാനും ഇപ്പോൾ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അറിയണം. പല പാത്രന്മാരും അവനെ പാതാളത്തിൽ അയക്കുന്നു എന്നൊക്കെ പറയും. ഇപ്പൊ അവരെ പാതാളത്തിൽ അയക്കാൻ അനുവാദമില്ല, അതിന് സമയം എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വചനം അറിയാതെ നമ്മൾ ചില കാര്യങ്ങൾ പ്രയോഗിക്കുന്നതും അപകടമാണ്. ദൈവം പറഞ്ഞു വിടാനിരിക്കുന്ന സമയത്തിന് മുമ്പേ അതാണ് യേശു ക്രിസ്തുവിനോട് പറഞ്ഞ നാഥാ ഞങ്ങൾ സമയം ആയില്ലല്ലോ എന്ന് പറയുന്നത്. ഒരിക്കലും യേശു ക്രിസ്തു അവരെ എന്ത് ചെയ്തിട്ടില്ല, പാതാളത്തിൽ വിട്ടിട്ടില്ല. പിന്നെ ദൈവവചന പ്രകാരം അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 16 17 വാക്യങ്ങൾ 18 വരെയുള്ള വാക്യങ്ങൾ ഓരോന്നായിട്ട് നിർത്തി വായിക്കുക. വിശ്വസിക്കുകയും അല്ല 17 വിശ്വസിക്കുന്നവരാൽ ആരെ വിശ്വസിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ശ്രദ്ധിക്കണം. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. പുതുഭാഷകളിൽ സംസാരിക്കാതെ നിൽക്കട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാണ് വിളിക്കുന്നവരെല്ലാം. ഒരു മെതേഡല്ല, 5 മെതേഡാണ് പഠിക്കേണ്ടത്. ഈ അടയാളങ്ങൾ നടക്കും.
എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ആമേൻ. ഈ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ ദുഷ്ടാത്മാക്കളുടെ മേൽ അധികാരം അഥവാ ദുഷ്ടാത്മാക്കളെ നേരിടും. ഇതിലൂടെ ദൈവരാജ്യത്തിന്റെ ശക്തി ഭൂമിയിൽ പ്രകടമാകുന്നു. സ്വത്രം. എവിടുത്തെ ശക്തി? ദൈവരാജ്യത്തിന്റെ ശക്തി. ഒരുപക്ഷെ ഒരു വ്യക്തിയിൽ ഒരു ഭൂതാത്മാവ് വസിക്കുന്നുവെങ്കിൽ അവന്റെ ശക്തിയുടെ പ്രകടനം ആ ശരീരത്തിലുണ്ട്. വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ജീവിത നീലകളിൽ, ചിന്തകളിൽ, ഇതെല്ലാം ആ ശക്തിയുടെ പ്രകടനമുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്, നാട്ടുകാർ കേൾക്കുന്നത്, നാട്ടുകാരെ കാണുന്നത്, വീട്ടുകാർ കേൾക്കുന്നത്, വീട്ടുകാർ കാണുന്നത്. ചിലപ്പോൾ വീട്ടിൽ തന്നെ പറയും നീ പിശാച, അല്ലെങ്കിൽ നീ പിശാചായി എന്നൊക്കെ ചിലര് പറയാറില്ലേ? കാളികൾ ഒരു പ്രകടനം കണ്ടിട്ട് ദൈവരാജ്യത്തിന്റെ പ്രകടനം ഇതിനെ പുറത്താക്കുന്നതാണ്. സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അതല്ല ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. മാതാവിനെയും പിതാക്കളെയും അവരെ ഉപദ്രവിക്കുന്നു, അവരെ ദണ്ഡിപ്പിക്കുന്നു, അവരെ ചിത്രീകരിക്കുന്നു, അവരെ കൊല്ലുന്നു. മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു എന്നെല്ലാം അധാർമികത കാരണം ഒരു പ്രകടനം നടക്കുന്നു. രാഷ്ട്രീയക്കാരന് പിടികിട്ടുന്നില്ല, ജാതികൾക്ക് പിടികിട്ടുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? അമേ സ്വത്രം. ഇന്ന് രാത്രി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എത്ര പേർക്ക് ഒരു ആഗ്രഹമുണ്ട്, ദൈവം എന്റെ അതിർത്തിക്കകത്ത് കയറാൻ പാടില്ല. എന്റെ ശരീരമാകുന്ന ഈ കൂടാരത്തിനകത്ത് അവരെടുക്കാൻ പാടില്ല. സ്വത്രം. ഹല്ലേലൂയ. എന്നിൽ കൂടെ ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്, പ്രകടനമാണ് മറ്റുള്ളവർ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് പിശാചിന്റെ തന്ത്രങ്ങളല്ല, അവന്റെ പ്രകടനങ്ങളല്ല. രണ്ട് വിശ്വസിക്കുന്നവരാൽ അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. പുതിയ ഭാഷ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്തോ ഉണ്ട്, ഒരു പുതിയ ഭാഷയുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആ നടന്ന സംഭവത്തിന്റെ പിന്നിൽ യോഹന്നാന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷങ്ങളിലും നമ്മൾ ഇതിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് യേശുക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ജോയേലിന്റെ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പെന്തക്കോസ്ത് നാളിലാണ് ആദ്യമായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ. പഴയ നിയമത്തിൽ നിയോഗിക്കപ്പെട്ട ജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ നിയോഗപ്രകാരം വന്നുപോയി നിന്നതേ ഉള്ളൂ. പക്ഷേ എന്നേക്കുമായി പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിറങ്ങി വന്ന ഒരു രംഗമാണ് ഇവിടെ വായിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി ഇരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, കൊടി കൊഴയെന്ന് പറഞ്ഞ കൊടുങ്കാറ്റാണ്, മൈറ്റി വിൻഡാണ്, ശക്തിയേറിയ കാറ്റാണ്. അല്ലാതെ വായു കൊണ്ട് ഇങ്ങനെ ഊതുന്ന കാറ്റല്ല, ഭയങ്കര ശക്തിയേറി. ആടാ വരുന്നത് ദൈവമാണ്, പരിശുദ്ധാത്മാവ്. അവൻ ഇറങ്ങി വരുന്ന രംഗമാണ്. അവൻ സീനായി പർവ്വതത്തിൽ ദൈവം വരുന്ന രംഗം ജനങ്ങൾ പറയുന്നു. മോശ പോലും പേടിച്ചുപോയി. ജനങ്ങൾ പറഞ്ഞു ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കുക, ദൈവത്തിന്റെ ആഗമനമാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജനനം ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു അബലയായ ആരും അറിയപ്പെടാത്ത ഒരു ഗ്രാമത്തിൽ അവൻ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു നെൽമണി പോലെ അവൻ വളർന്ന ചെറിയ 53 നമ്മൾ വായിക്കുന്നത്
പ്രൈസ് ദി ലോർഡ്. വളർന്ന് 33 വയസ്സ് വരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിന്റെ ദൗത്യം പൂർത്തീകരിച്ച് അവൻ തേജസ്കരിക്കപ്പെട്ട പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വേഗം പ്രത്യക്ഷപ്പെടുന്ന യേശു ക്രിസ്തു. ഇനി അവൻ വരുന്ന ശബ്ദം ഭയങ്കര കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ കണ്ണ് കഴിഞ്ഞ ആദ്യം വന്നപ്പോൾ അനുകമ്പയുള്ള കണ്ണാണ്. അവൻ കണ്ടപ്പോഴെല്ലാം എന്ത് ചെയ്തു? മനസ്സിന് യോഹന്നാൻ അവന്റെ മാറോട് ചേർന്നിരുന്നു. ഭാവിനിയായ സ്ത്രീ അവന്റെ കാൽക്കൽ കണ്ണുനീരുകൊണ്ട് കാലുകൾ നനച്ചു തന്റെ മുടി കൊണ്ട് ആ കാലുകളെ തുടച്ചു. തന്റെ വാക്കുകൾ കുഞ്ഞുങ്ങളെ എന്നുള്ള ശബ്ദമായിരുന്നു. എന്നാൽ ഇനി വരുന്ന യേശു ക്രിസ്തുവിന്റെ കണ്ണ് അധികാരത്തുള്ള കണ്ണാണ്. ആമേൻ. ഇനി അവന്റെ മാർവിടം എന്ന് പറയുന്നത് പൊൻകൊച്ചുകൊണ്ട് ആമേൻ മറച്ചിരിക്കുന്ന ആമേൻ മാർവിടമാണ്. വെള്ളയോട്ടിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളയോട്ടിന് സമമായ കാലുകളാണ്. അവന്റെ കൈകളിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ കൈകളിൽ എന്തുണ്ട്? 7 നക്ഷത്രം അവൻ കൈ പിടിച്ച്. അതുകൊണ്ടുണ്ട് അവൻ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? അവൻ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുണ്ട്. ഈ കൈകൾ അവൻ ഇന്നലെ വന്ന കൈയല്ല, ഇനി വരുന്ന. പിന്നെ മാത്രമല്ല അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും അനുകമ്പയുള്ള കണ്ണായി എന്നെ നോക്കുന്നു, നിങ്ങളെ നോക്കുന്നു. ഇന്നും മകനെ മകളെ എന്ന് അനുകമ്പയോടെ വിളിക്കുന്നു. ഓ ഹല്ലേലൂയ. ആമേൻ. ഇനി വരാൻ പോകുന്ന യേശുവിന്റെ മുൻപിൽ നിൽക്കാൻ കഴിയുമോ? വാക്യം കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തൊരു മുഴക്കമുണ്ടായി. ദൈവ സാന്നിധ്യം ഉള്ളിടത്തെല്ലാം തീയുണ്ട്, ശബ്ദമുണ്ട്, കാറ്റൊക്കെയുണ്ട്. ദൈവ സാന്നിധ്യം ഈ ചർച്ചിനകത്ത് വരുമ്പോഴും ഇതെല്ലാം ഉണ്ട്. സ്തോത്രം. ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഭൂതങ്ങൾ അളവുന്നത്. ഇതിനകത്ത് ഇതുള്ളത് കൊണ്ടാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നത്. പുതിയ അഭിഷേകത്തോടെ ചിലർ നിറയുന്നത്, ചില രോഗികൾ സൗഖ്യമാകുന്നത് അവന്റെ സാന്നിധ്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ദൈവശക്തി, അല്ലാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത്, ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. കുടികൊണ്ടിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പുറത്തു. യേശുവിന്റെ നാമത്തില് ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് ഇതെല്ലാം ഉണ്ട്. ദൈവ സാന്നിധ്യം ഇല്ലാത്തടത്ത് പരിശുദ്ധാത്മാവിനെ നിറവുണ്ടാകത്തില്ല. രോഗികൾ സൗഖ്യമാകത്തില്ല, ഭൂതങ്ങൾ വിട്ടുപോകത്തില്ല, അത്ഭുതം നടക്കത്തില്ല, അടയാളങ്ങൾ ഉണ്ടാകത്തില്ല, വീരപ്രവൃത്തി വെളിപ്പെടത്തില്ല, ജനം മാനസാന്തരപ്പെടത്തില്ല, പാപബോധം വരത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. ദൈവ സാന്നിധ്യമുണ്ടോ? ഇതെല്ലാം ഉണ്ടാകും. Yes. Hallelujah. ബാക്കിയല്ലേ നമ്മൾ ചടങ്ങാണ് പോകുന്നത്, ചടങ്ങുകളാണ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ദൈവ സാന്നിധ്യം കൊണ്ടങ്ങ് നിറച്ചത്. അടുത്തത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു.
കേൾക്ക്. ഏതേൻ തോട്ടത്തിൽ ഔവയെ ചതിച്ച നാവ് ഇരട്ടനാവുള്ള സർപ്പമാണ്, പാമ്പാണ്. പാമ്പിന്റെ നാവിന് ഇരട്ടനാവുണ്ട്. അവന്റെ തലയെ ചവിട്ടുവാൻ ആത്മാവ് നിന്നത് പതിഞ്ഞത് അഗ്നിജാല പോലെ പിറന്നിരിക്കുന്ന നാവുകൾ. അവൻ നിന്നെ ചവിട്ടിയല്ല, അവൻ നിന്നെ കീഴ്പ്പെടുത്തുകയല്ല, നീ അവനെ കീഴ്പ്പെടുത്താൻ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ചിലരുടെ മേൽ വ്യാപിക്കും. ദൈവത്തിന് വിഷയമല്ല, ഏകാഗ്രതയോടെ ദൈവസ്ഥാനത്ത് ഇരിക്കുന്നത് നിന്റെ മേൽ വ്യാപിക്കും. അല്ലാഹുവിന്റെ ശക്തി വ്യാപരിക്കും, ദൈവശക്തി വ്യാപരിക്കും. അവിടെ ഓരോരുത്തരുടെ പതിഞ്ഞു. അടുത്തത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടുകൂടെ പലരും ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ പണ്ടേ ഞാൻ പഠിപ്പിച്ചു പോയ വിഷയങ്ങളാണ്. 10-18 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനകത്ത് കാറ്റുണ്ട്, ശബ്ദമുണ്ട്, അന്യഭാഷയുണ്ട്. കാറ്റിനെ നമുക്ക് ശരീരത്തിൽ എങ്ങനെ അനുഭവിക്കാൻ അറിയും? ത്വക്കിലറിയാം, മൂക്കിലറിയാം. അഗ്നിജാല വളർന്നിരിക്കുന്നത് പോലുള്ള നാവിനെ എങ്ങനെ കാണാൻ കഴിയും? കണ്ണുകൊണ്ട് കാണാൻ കഴിയും. മുഴക്കം ചെവിയിൽ കൂടെ കേൾക്കാൻ കഴിയും. അന്യഭാഷ നാവിൽ സംസാരിക്കുക, ഇന്ദ്രിയങ്ങളെ സ്പർശിച്ചാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇന്ദ്രിയങ്ങള്, എന്തൊക്കെ ഇന്ദ്രിയങ്ങള്? കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി. അന്യഭാഷയൊക്കെ പറയുന്നതിന് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അതൊക്കെ ഭയങ്കര ശക്തിയേറിയ വേടുകളാണ്. നിങ്ങളൊക്കെ ഒരു മാനസികം. ഇപ്പൊ നമ്മള് ഭയത്തോടൊക്കെ നിൽക്കത്തില്ലേ ചില വിഷയങ്ങളിൽ? 5 മിനിറ്റ് അന്യഭാഷ പറഞ്ഞു നോക്ക്, നിങ്ങളത് അനുഭവിച്ചു നോക്ക്. ഇതിന്റെ ശക്തി ഒന്ന് അനുഭവിക്കും, ഇതിന്റെ പവർ, ഇതിന്റെ ശക്തി അനുഭവിച്ച് ഇത് എന്റെ ജീവിതത്തിൽ അവൻ ശ്രേഷ്ഠമായ ഒന്നായി അനുഭവിച്ച എത്ര പേരുണ്ട്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുമെന്നൊക്കെ എന്താണ്? ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇന്ദ്രിയങ്ങളെല്ലാം സ്പർശിച്ച് ഒരു അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അന്യഭാഷ അവരുടെ ജീവിതത്തിൽ അത് പുതിയ ഭാഷ. നമ്മൾ ഈ ജീവിതം ശരിയല്ലാതെ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നതൊന്നും ശരിയാകത്തില്ല. ഇതിന്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാണ്. കുശുമ്പും കുന്നായ്മയും പകയും ദേഷ്യവും പിണക്കവും ഇതൊക്കെ വെച്ചിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ അഭിഷേകമുള്ള അഭിഷക്തന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ ഇത് പരിശുദ്ധാത്മാവാണോ പിശായാണോ അറിയാൻ പറ്റത്തില്ല.
മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ 1-ാം അധ്യായം 21 വാക്യങ്ങളെ വായിക്കുമ്പോൾ, 21 എനിക്ക് അറിഞ്ഞുകൂടാ. അത് തന്നെ കറക്റ്റാണ്. അവർ കവർന്നഭൂമിയിൽ പോയി ശബത്തിൽ അവരൊരു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അത്രേ അവരെ ഉപദേശിച്ചു. അടുത്തത്, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത്രയും നാൾ അവൻ ആ മൂലയിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്നതാണ് കേട്ടോ. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ അവരുടെ പള്ളിയിൽ ഉണ്ടായി. നമ്മൾ ഈ ജീവിതം ശരിയല്ലാതെ എനിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നതൊന്നും ശരിയാകത്തില്ല. ഇതിന്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാണ്. കുശുമ്പും കുന്നായ്മയും പകയും ദേഷ്യവും പിണക്കവും ഇതൊക്കെ വെച്ചിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ അഭിഷേകമുള്ള അഭിഷക്തന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ ഇത് പരിശുദ്ധാത്മാവാണോ പിശായാണോ അറിയാൻ പറ്റത്തില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ 1-ാം അധ്യായം 21 വാക്യങ്ങളെ വായിക്കുമ്പോൾ, 21 എനിക്ക് അറിഞ്ഞുകൂടാ. അത് തന്നെ കറക്റ്റാണ്. അവർ കവർന്നഭൂമിയിൽ പോയി ശബത്തിൽ അവരൊരു പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് അത്രേ അവരെ ഉപദേശിച്ചു. അടുത്തത്, അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇത്രയും നാൾ അവൻ ആ മൂലയിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന, പക്ഷെ അധികാരമുള്ളവൻ ചർച്ചിനകത്ത് കയറിയപ്പോൾ ഇവൻ നിലവിളിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അധികാരമുള്ളവൻ ആരാ? യേശു ക്രിസ്തു. അവന്റെ വചനം അധികാരത്തോടാണ്, ശക്തിയോടാണ്. ഇത് കേട്ടപ്പോൾ അശുദ്ധാത്മാവിന് ഇരിക്കാൻ പറ്റിയില്ല. എന്താ നിലവിളിച്ച് പറഞ്ഞ് അടുത്ത വാക്ക്, നസ്രയനായ യേശുവേ, നസ്രയന പിശാച് വിളിക്കുന്ന പേരാണ്. നോക്ക്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. നമ്മൾ അറിഞ്ഞില്ലേലും പിശാച് പറയാ, നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധനാണ് നമ്മൾ ഉപയോഗിക്കുന്ന നാമം. അയ്യോ, പരിശുദ്ധ നാമമാണ്. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അടുത്തത്, യേശു അതിനെ ശാസിച്ചു. മിണ്ടരുത്, എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്. അവനെ വിട്ടുപോ. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. പള്ളിയിൽ എന്തുകൊണ്ടായിരുന്നു? അവിടെ ശാസ്ത്രിമാരുണ്ട്, പരീശനുണ്ട്, സജൂക്യനുണ്ട്, ഒരുപാട് വകുപ്പുകളുണ്ട്, കമ്മിറ്റിയുണ്ട്, ട്രഷറിയുണ്ട്, സെക്രട്ടറി ഉണ്ട്. അത് മിണ്ടാതിരിക്കുന്നു. സ്വതം പറ, ദൈവത്തെ സ്തുതിക്കുക. പക്ഷെ ഒറ്റ പിശാചില്ല. സ്വർഗീയ അധികാരം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം കേട്ടോ. ചില ദൈവശക്തിയാൽ അങ്ങനെ അറിയണം. അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ വീഴുമോ ഇരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല.
ആമേൻ. സ്തോത്രം. ആമേൻ. ഈ പുതിയ ഭാഷകൾ സംസാരിക്കുക എന്നത് ശ്രദ്ധിച്ച് കേട്ടോണേ, ദൈവാത്മാവിന്റെ പ്രവർത്തനമാണിത്. അന്യഭാഷ സംസാരിക്കുന്നതിന്റെ കാരണം ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ ആത്മീക ശക്തി നമുക്കുണ്ടാകും. 2, സഭാ വളർച്ചയുണ്ടാകും. ദൈവനാമ മഹത്വത്തിനും പ്രകടനത്തിനും കാരണമാണിത്. ഈ പുതിയ ഭാഷകളുള്ളതാണ്. 1, ഇത് സംസാരിച്ചവർക്ക് ശക്തിയുണ്ട്, ആത്മീയ വളർച്ചയുണ്ട്. 2, ഈ സംസാരിക്കുന്ന ചർച്ചിനൊരു വളർച്ചയുണ്ട്. ഈ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ ആളിന്റെ എണ്ണത്തിന്റെ വളർച്ചയല്ല, അതുകൊണ്ട്. പക്ഷേ ജനം ആത്മീക പുരോഗതിയിലേക്ക് പ്രവേശിക്കും. ഈ ആത്മീക വളർച്ച ഉണ്ടായാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിരപ്പിന്റെ ശുശ്രൂഷ വേണ്ട, സ്വത്രം ഒത്തീർപ്പിന്റെ ശുശ്രൂഷ വേണ്ട. അവൻ ഇഷ്ടം അല്ലെങ്കിൽ അടുത്ത തലത്തിലോട്ട് കയറിയപ്പോ ഇപ്പൊ ഉണർവുണ്ടായി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ വേണം. വെടിപ്പുള്ള കയ്യെ, നിർമ്മല മനസ്സ്, വ്യാജം പറയാത്ത അതരങ്ങൾ, ഇത് ഉണർവിന്റെ കാരണമാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ആത്മീയ വളർച്ചയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ ആൾക്കാരെ വിളിച്ച് നിരപ്പ് പ്രാപിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി ഒഴിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആത്മീയ വളർച്ച അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന. അപ്പൊ ഇതൊരാൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നീ സംസാരിക്കുന്ന ഭാഷ എന്തോ അത് ആദ്യം ഒന്ന് ലാബിലെ കാണാൻ കൊണ്ട് ചെക്ക് ചെയ്യും. എനിക്കറിയത്തില്ല. ഒരു പുരോഗതി ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് തന്നെ വർധനം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ പറയുന്നത് പഠിച്ചു കീഴ്പോട്ട് പോകാൻ പറഞ്ഞ പോലെ ഒരു മാറ്റമില്ലെങ്കിൽ നീ ടെസ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് തെറ്റാണ്, ശരിയല്ലേ? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ ദൈവശക്തിയുടെ പ്രകടനത്തെയും സംരക്ഷണത്തെയും കാണിക്കുവാൻ ഇത് ഉതകും. യേശു വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുടെ പ്രകടനം. 2, അവന്റെ സംരക്ഷണം. ദൈവശക്തിയാണ് ദൈവത്തിന്റെ സംരക്ഷണവും. അടുത്തതാണ് പാമ്പുകളെ പിടിച്ചെടുക്കും. പാമ്പുകളെ യേശുവിന്റെ നാമത്തിലാണ്. പാമ്പുകളെ പിടിച്ചെടുക്കുന്നത്. നാളെ പോയി യേശുവിന്റെ നാമത്തിൽ കണ്ണി കാണുന്ന പാമ്പിനൊന്നും പിടിക്കല്ലേ. ആഫ്രിക്കയിൽ എടുത്ത് ചെന്നിട്ട് പാമ്പിനെ പാമ്പ് കഴിച്ചാൽ ചത്തുപോയി. നമ്മൾ ചില കാര്യങ്ങള് യേശു ക്രിസ്തു ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. യേശു കടലിൽ നടന്നതുകൊണ്ട് ഞാനും നടക്കാന്ന് പറഞ്ഞു മുങ്ങി ചത്തുപോകരുത്. ലാസറ് യേശു പറഞ്ഞു ലാസറെ പുറത്തു വരിക. എന്നിട്ട് നമ്മൾ ചവക്കല്ലറയിലൊക്കെ പോയിട്ട് പിടിച്ചുകൊണ്ട് ചിലപ്പോൾ പിശാച കൂടെ വിചാരിച്ചു. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകും. ദൈവം നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വെളിപ്പാട്, obedience and revelation we must follow it. അതൊക്കെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചതിന്റെ അർത്ഥം മനസ്സിലായി. ഒബീഡിയൻസ് ആൻഡ് റെവലേഷൻ. അവൻ കാണിക്കുന്നതേ നീ ചെയ്യാം, അവനെ അനുഗമിച്ചേ നീ ചെയ്യാം. കണ്ണി കാണുന്ന എല്ലാം കൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ച അടിയുമുണ്ട്, കുടിവെള്ളം കുടിക്കും എന്ന് അത് പാടില്ല. നിലനിൽക്കണമെങ്കിലുള്ള കാര്യമാണ്. യേശു ക്രിസ്തു അയച്ചതുപോലെ പിതാവാം ദൈവം എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കും. അതാണ് ഞാൻ കറക്റ്റാണ് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു. യേശു എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്
എന്താണ് അനുഗമിച്ചത്? പൗലോസ് പറഞ്ഞു തന്നെ അനുകരിപ്പീൻ. തന്റെ സിനിമയാണ് പറയുന്നത്. അപ്പോൾ ഈ പാമ്പുകളെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിലും ഉണ്ട്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറഞ്ഞുതരാം. ആത്മാവിന്റെ അർത്ഥത്തിൽ ഒന്ന്, ദൈവം തന്റെ ജനത്തിന് ദുഷ്ടശക്തികളിൽ നിന്ന് പാമ്പിനെ പോലെ പ്രതിദാനം ചെയ്യുന്ന അന്ധകാര ശക്തികൾ, ചതി, വഞ്ചന, കൗശലം, കുതിയാലുകൾക്ക് ഏതേൻ തോട്ടത്തിൽ യഥാർത്ഥത്തിൽ പിശാച് സ്വാധീനിക്കാൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? പാമ്പിനെ. പിശാച് സ്വാധീനിച്ചത് ഏതിനെയാണ്? അവിടെ എല്ലാ ജന്തുക്കളും മൃഗങ്ങളും ഉണ്ടെങ്കിലും ആരെയാണ് ഇഷ്ടപ്പെട്ടത്? പാമ്പിനെയാണ്. ബാക്കി എല്ലാവരും പറഞ്ഞ പട്ടത്തിൽ നോക്കി. പക്ഷെ പാമ്പ് പറഞ്ഞു എന്താ വേണ്ടി ആരെയായിട്ടും. നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം മർമ്മം മനസ്സിലാക്കണം. ഞാൻ പതുക്കെ പഠിപ്പിക്കുക. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് യാതൊരുവരോടും ഭയത്തോടും കേട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതാരാ? സാത്താൻ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ ഈ ചർച്ചിനകത്ത് വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ നാട്ടുകാരെങ്കിലും കേൾക്കുന്നുണ്ടോ? പിന്നെ അവരെങ്ങനെ നമുക്ക് ദോഷം ചെയ്യുന്നു? നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ സൗണ്ട് പ്രൂഫായിട്ട് ഒരു ശബ്ദം പോലും പുറത്ത് ഈ മൈക്ക് വെച്ചോണ്ടാണ് നമ്മളിപ്പോൾ പ്രസംഗിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രേറ്റ ഒരു മറ്റു പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മൈക്ക് പോലും വെക്കാതെ, നമ്മൾ പോലും കേൾക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന ഒരുവനുണ്ട്. അവന് ഭയങ്കര വ്യാകുലതയും ഭയവും വിറയിലും. കാരണം അവന്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന ഒരു തലമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നുള്ള വാക്കിന് 3 അക്ഷരമേ ഉള്ളൂ. പക്ഷെ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത അതിഭയങ്കരമായ ശക്തി ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് പ്രാർത്ഥന. അപ്പൊ യവൻ നോക്കിയപ്പോൾ യവന് പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥനയെയും സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി അവൻ സൂത്രം ചെയ്തത് എന്താണെന്നറിയാമോ? അവന് സ്വാധീനതയുള്ള, അവിടെ രാജ്യത്ത് സ്വാധീനതയുള്ളതും രാജാവുമായി സ്വാധീനതയുള്ളതും യവന് സ്വാധീനിക്കാൻ പറ്റിയ ചിലരെ ഇവൻ പോയി ഒന്ന് അച്ചായ പോറ്റി എന്നൊക്കെ വിളിച്ച് അവൻ സ്വാധീനിച്ചു. നിങ്ങൾ എന്തിനു പഠിപ്പിച്ചെങ്കിൽ പിശാച് എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്വാധീനിച്ചിട്ടുണ്ടോ? മനുഷ്യരല്ല, പിശാച്. പ്രാർത്ഥിക്കുന്നവരോട് അസൂയപ്പെടാൻ, പ്രാർത്ഥിക്കുന്നവർ തകർന്നത് കാണാൻ, അവരുടെ നാശം കാണാൻ, അവരുടെ പ്രാർത്ഥന ഇല്ലാതാക്കി കാണാൻ, അവരുടെ ശബ്ദം ഇല്ലാതാക്കി കാണാൻ, അവരുടെ ആരാധന ഇല്ലാതാക്കി കാണാൻ. ഓ, the power of God. രാത്രി അവന്റെ സ്വാധീനം. ഹല്ലേലൂയ. മനസ്സിലായ പിശാചിന്റെ തന്ത്രങ്ങളെ? അതിന്റെ ചരിത്രവും പിന്നെ വിജയവും ഒക്കെ ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ സബ്ജക്റ്റ് അതല്ലല്ലോ. ഒരാളെങ്കിലും ഞാൻ തിരുന്നോട്ട് ഇന്ന് ഞാൻ വന്നതുപോലെ ലോകത്തിലൊരു ഒരു ഒരു തീരുമാനത്തോടും ഹോളി സ്പിരിറ്റ് ശത്രുവിന്റെ മേൽ ദൈവം അധികാരം നൽകുന്നതാണ് പാമ്പിനെ പിടിച്ചെടുക്കുന്നത്. അല്ല, കൈകൊണ്ട് പിടിക്കുന്നതല്ല, അവനെ കീഴ്പ്പെടുത്താനുള്ള ശക്തികൾ, വഞ്ചനകളെ, ഈ കൗശലങ്ങളെ, ചതിയെ കാലുകൊണ്ട് മെതിച്ചു കളയും.
എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വായിക്കുന്നില്ല. 28 അധ്യായം. പൗലോസ് തണുപ്പ് നിമിത്തം വിറകുകൾ എടുത്ത് തീയിടാൻ വേണ്ടി കുനിഞ്ഞ് വിറകുകൾ പറക്കിയപ്പോ അവന്റെ കയ്യിൽ ഒരണലിൽ ചുറ്റി കടിച്ചു തൂങ്ങി എന്നാണ് അതിന്റെ യഥാർത്ഥ ഭാഷ. അവിടെ നിന്ന ബർബരന്മാർ എന്ന് പറഞ്ഞാൽ യൗവനക്കാരാണ്, യൗവന ഭാഷ. അവർ വിചാരിച്ചു കണ്ടോ, ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് കൊണ്ട് ബർബരന്മാർ കണ്ടപ്പോ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിയിലേക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആത്മീയ മർമ്മം. ഇവരെ നോക്കി ഈ പൗലോസിന്റെ ചരിത്രം പഠിച്ചാൽ ഇത്രയും കഷ്ടത സഹിച്ച മനുഷ്യന്റെ ശരീരം നോക്കിക്കൊണ്ട് ഇവനിപ്പോ വീർത്ത് പിടഞ്ഞ് ചാകുമെന്ന് അവന്റെ മൺപാത്രത്തെ നോക്കി അവരൊരു വിധി അങ്ങ് പറഞ്ഞു. പക്ഷെ ഇവനിലുള്ളൊരു ഡിപ്പോസിറ്റ് ഉണ്ട്, നിശ്ചയം, അത് ഇവർ കണ്ടില്ല കേട്ടോ. ഇതാണ് നമ്മൾ കാണാതിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഓ ഹോളി സ്പിരിറ്റ്, ഇതാണ് പിശാചിനെ കാണാൻ അവരതാ നോക്കുന്ന. നിന്റെ ശരീരമല്ല നോക്കുന്നത്, നിന്റെ ശരീരത്തിന്റെ പുഷ്ടിയല്ല, സൗന്ദര്യമല്ല, നിന്റെ നിക്ഷേപത്തിലേക്കാണ് അവൻ നോക്കുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ഓ, the power of God to produce the legend by the last year. Caspentalonamos, Prenatulish, Tribias. Hallelujah. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വാക്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഇന്ന് രാത്രി ഒന്നുകൂടെ ചിന്തിച്ചു. ശേഷപ്രവചനം 55:5 ഞാൻ ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ വായിച്ചു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്തൊരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുക തന്നെ. നമ്മളിൽ കൂടെ നമ്മളിൽ നടക്കുന്ന ദൈവമഹത്വം കണ്ടിട്ട് പലരും യേശുവിനെ തേടി നമ്മുടെ അടുത്ത് വരുമെന്നല്ലാത്ത ഇനി നമ്മുടെ വാക്തത്വമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. മനസ്സിലായോ? സ്വത്രം നമ്മളിൽ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുമ്പോൾ പലരും ഇത് കണ്ടങ്ങ് ഭ്രമിക്കുകയാണ്. ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ബൈബിളിൽ ഒരു കാര്യം എടുത്തു പറയാം. സിംഹത്തിന്റെ ഗുഹയിലെ കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ പറയണമെങ്കിൽ പ്രസംഗിക്കേണ്ടതാണെങ്കിൽ ഗുഹയിലേക്ക് ഇട്ടപ്പോ സാധാ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് ഇപ്പൊ കിടകിടാനുള്ള ശബ്ദം കേൾക്കും. എല്ലൊക്കെ ഒടിയുന്ന ശബ്ദം കേട്ടോണ്ട് ആനന്ദിച്ച് ആർപ്പിട്ടോണ്ടിരിക്കുമ്പോ ഒന്നും കേൾക്കുന്നില്ല, ഒന്നും എല്ലൊടിയുന്ന ശബ്ദം കേൾക്കുന്നില്ല, നിലവിളിയും കേൾക്കുന്നില്ല, ആകെപ്പാടിയ സൈലന്റ്. ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇതിനൊക്കെയാണ് ആശ്ചര്യമായ കാര്യം, അപൂർവമായ കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം പട്ടിണിക്കിട്ടിട്ട് ഇരയെ തേടി അലറി വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ വായു അടങ്ങി ആ ഗുഹയ്ക്കകത്തൊരു ശബ്ദം കേൾപ്പിക്കാതിരിക്കുന്നതിന് അപൂർവമാണ്. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ,
ജീവിച്ചിടാൻ കൃപയേ 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 ഇന്ത്യല്ലോ ചിന്തിയല്ലോ സുന്ദര പിന്നെ ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോഴും പലർക്ക് ഞാനൊരു അത്ഭുതമാണ്. അപൂർവമായി ആശ്ചര്യമായി ദൈവം ചെയ്ത ഒരുപാട് പ്രവൃത്തിയാണ്. ആവികാരങ്ങൾ ഇതൊന്നും ഫലിക്കാതെ എന്നെ നിങ്ങളെയൊക്കെ സൂക്ഷിച്ച ദൈവത്തിന്റെ എന്റെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും എന്റെ പ്രാണനെ അപ്പം നമ്മളിതുവെല്ലാം കണ്ടായിരുന്നു. വീഴുന്നതിനുള്ള കുരുക്കോ കരയുന്നതിനുള്ള കാരണോ എനിക്കെതിരെ വെച്ച പിശാചിന്റെ കെണികളുമല്ലോ നമ്മൾ കണ്ടു. പക്ഷെ അതിൽ നിന്നെല്ലാം വിടുവിച്ചെടുത്ത ഇത് നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന പലരുടെ മുമ്പിൽ ഒരു അപ്രതീക്ഷിത സംഭവമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇന്ന് പലരും ജീവിച്ചിരിക്കുന്നത്. പൗലോസിനെ നോക്കിക്കൊണ്ട് അവർ വിധിയെഴുതി ഇപ്പോഴവർ വീർക്കത്തില്ല. അവന്റെ ഡിപ്പോസിറ്റ് അവൻ പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം രക്തത്തിൽ അലിഞ്ഞു ചേർന്നാലും ഇവനിൽ കിടക്കുന്ന ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ അത്യന്ത ശക്തിയാണ്. അത് എത്ര ശക്തിയുള്ളതായാലും നിന്റെ വാഗ്ദത്തങ്ങളെ തടയാൻ പറ്റത്തില്ല. അതിനെ കുടഞ്ഞ തീക്കകത്തിൽ പാടി ഒരല്പസമയമൊക്കെ അവര് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോ ഇവരൊന്നും സംഭവിക്കുന്നില്ല. ഉടനെ മനസ്സപ്പെട്ടു. ഇവര് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, ഇവനൊരു ദേവനാണ്. അവന്റെ അടുക്കിലേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. രാത്രിയിൽ ഒരു കാര്യം ഓർത്തോണം, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അനേകരെ യേശുവിന്റെ അടുക്കിലേക്ക് നയിക്കുക. The power of God, hallelujah. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച കാര്യം. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ അതല്ല. പാമ്പിനെ പോലെ പ്രതിദാനം ചെയ്യുന്ന ദുഷ്ടാത്മ ശക്തികളെ കീഴ്പ്പെടുത്തുവാനുള്ള അധികാരം യേശുവിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. അടുത്തത് വിഷകരമായ എന്ത് കുടിച്ചാലും വിഷകരമായ യാദർച്ഛിക സംഭവിച്ചു പോകാം. കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പോട്ട് എനിക്കും ഫുഡ് പോയിസൺ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞാൽ ഫുഡിനകത്തുള്ള വിഷാംശങ്ങൾ അപ്പൊ എന്റെ വയറ്റിലേക്ക് എന്തില്ലയോ ഞങ്ങൾ പലർക്കും ഉണ്ടായില്ലേ. വേണം ഫുഡ് പോയിസൺ ഒക്കെ കടുത്ത് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ഫെയിലർ ആയി പോകും. നമ്മളതിനെ നിസാരമായില്ല. മകൻ ഫുഡ് പോയിസൺ ആയിട്ട് ഡയാലിസ് വരെ ചെയ്തേണ്ടി വന്നു. ഡോക്ടർമാർ 48 മണിക്കൂർ ഞാൻ അവിടെ പോയി കണ്ടു. പക്ഷെ അവൻ എന്ന ബൈബിൾ കോളേജിലെ ഒരു അധ്യാപകൻ. യാദൃച്ഛികൻ നമ്മുടെ യാത്രയിൽ ഒരു പക്ഷേ ഇത് സംഭവിച്ചേക്കാം. നാം അറിയാതെ ചിലർ നമുക്ക് തന്നേക്കാം.
പത്തനംതിട്ട ചെന്നപ്പോൾ, റാന്നിയിൽ ചെന്നപ്പോൾ ഞാനൊരു പാട്ട് പാടി വീട്ടില്. അന്ന് ഭാഷയുടെ കൂടെ ഉണ്ട്, ഞാനുണ്ട്, അമ്മണിമാമുണ്ട്, ഒരുപാട് പേര് ഞാനാണ് പാടിയത്. അപ്പൊ അതിനകത്ത് പേരുള്ളൊരു ചെറുക്കൻ അതിനോട് അറിയുന്നുണ്ട്. അവൻ ഈ കയ്യിൽ ഒരു മോതിരം പോലെ സാധനം ഇട്ടിട്ട് ഒരു കുടം എടുത്തു വെച്ച്, മൺകുടം എടുത്തു വെച്ചോണ്ട് എൻ്റെ പാട്ടിന് താളം വിടുകയാണ്. അപ്പൊ ഞാൻ പാടിയ പാട്ട് ഏതാ? സ്നേഹത്തിൻ തോണിയിൽ യാത്ര തുടരുന്ന യാത്രക്കാരി നിങ്ങൾ തീരം കണ്ടോ. ഇങ്ങനെ അടിക്കുക. അകത്തിൻ തോണിയിൽ യാത്ര തുടരുന്ന യാത്രക്കാരി നിങ്ങൾ തീരം കണ്ടു. ഉരുൾ മൂടുന്നു, സൂര്യൻ മറയുന്നു, കരയും മറയുന്നു, കരളും ഉരുകുന്നു. കുരിരുൾ മൂടുന്നു, സൂര്യൻ മറയുന്നു, കരയും മറയുന്നു, കരളും ഉരുകുന്നു. ആരും സഹായിപ്പാനില്ലാതെ നിൽക്കുമ്പോൾ ഏകനായെത്തുമെൻ യേശുദേവൻ. ആരും സഹായിപ്പാനില്ലാതെ നിൽക്കുമ്പോൾ ഏകനായെത്തുമെൻ യേശുദേവൻ. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ യവൻ അവിടെ വേറെ പേരുണ്ട്, സാലു. യവൻ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയും ഞാൻ പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ പോടാ സാലു, നീ പോടാ സാലു. ഞാൻ പാട്ട് നിർത്തി യവൻ തുണി അതിൻ്റെ ഇടയ്ക്ക് കൂടെ നീ പോടാ നീ പോടാ. എനിക്ക് സാലു എന്നുള്ള പേര് പറഞ്ഞുകൂടാ, നീ പോടാ സാലു, നീ യവ എങ്ങനെ ജീവിക്കുമോ നിനക്കെങ്ങനെ അറിയണം എന്നൊക്കെ പറഞ്ഞ് യവന്റെ രൂപം മാറി, ഭാവം മാറി. അന്നേരമാണ് നമുക്ക് മനസ്സിലായത് ഇവൻ അല്ല അവൻ. നല്ലൊരു പാട്ടൊക്കെ പാടി ഇതിനകത്ത് ഇനി എത്ര ഭൂതം ഇങ്ങനെ ഇളവും നമുക്ക് അറിഞ്ഞൂടാ. മര്യാദക്ക് വീട്ടില് ജീവിച്ചോണം. അവസാനം അവൻ വാങ്ങി ഛർദിച്ച് ഇറച്ചിയും കപ്പയും എന്റെ ദൈവമേ ചീനി, ബാക്കി കാര്യമൊന്നും റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനാണ് ചോദിച്ചപ്പോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ എന്റെ കൂടെ വന്നിരുന്ന സമയം നീ അതല്ലല്ലോ ഇതാണല്ലോ എന്ന് പറഞ്ഞപ്പോ പറയാ മനസ്സിലായല്ലേ, മനസ്സിലായി. കേട്ടോ? അതും എന്തായിരുന്നു? അതൊരു ദോഷമായിരുന്നു. പക്ഷെ അവൻ ഇന്ന് ജീവിച്ചിരിപ്പോ. അവന്റെ പേര് ഒരിക്കൽ ഇവിടെ വന്ന് നമ്മുടെ ബിൽഡിംഗ് അവൻ പെയിന്റ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ ഈ ചത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങളെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. പലരും ശപിക്കപ്പെട്ടെങ്കിലും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. കാക്കും കരങ്ങൾ ഉണ്ടനക്ക് കാത്തിടുവാൻ കിരുബയാലേ. കാക്കും കരങ്ങൾ ഉണ്ടനക്ക് കാത്തിടുവാൻ കിരുബയാലേ. ഹല്ലേലൂയ പാടി പാടി അരകളെ ഞാൻ കാട്ടിടുവേ. ഹല്ലേലൂയ പാടി പാടി അരകളെ ഞാൻ കാട്ടിടുവേ. നമ്പുവേ യേശുവേ, നമ്പുവേ യേശുവേ, നമ്പുവേ യേശുവേ, നമ്പുവേ യേശുവേ. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവന്റെ പിതാവിന്റെ അനിയന്റെ ഭാര്യ, അവന്റെ പിതാവ് മരിച്ചു, വിളിച്ച് സൽക്കരിച്ചൊരു സൽക്കാരമാണ് ഇരുന്ന പിശാച് അവനെ കൊണ്ട് പറയിപ്പിച്ചു.
അവന്റെ നായിൽ കൂടെ പറഞ്ഞു. ആ സൽക്കാരം നിനക്ക് നന്മയ്ക്കായിരുന്നില്ല, ദോഷത്തിനായിരുന്നു. അവരുടെ പേര് സഹിതമാണ് അവൻ വിടുവിക്കപ്പെട്ടു. ഇന്ന് രാത്രി ഓർത്തോണം, നീ ദൈവത്തെ മറന്നുള്ള യാത്രകൾ, ദൈവത്തിന്റെ വഴിവിട്ടുള്ള യാത്രകൾ. അന്യരാരുമല്ല പറഞ്ഞത്, സ്വന്തം ജനമാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിടുതലും. പഴയ നിയമം പഠിച്ചാൽ കലത്തിൽ രക്തം, കലത്തിൽ മരണം. ആരുടെ ശിഷ്യന്മാരാണ്? എലീശയുടെ ശിഷ്യന്മാർ. കലത്തിൽ അവര് യാതൊരു ചെയ്യാതെ പറിച്ച ചീര തെറ്റിപ്പോയി, കാട്ടുചീര പറിച്ചു, അവര് പായസം വെച്ചു. മരണം. എലീശ എന്തിട്ടു? ഉപ്പ് പ്രാർത്ഥിച്ചിട്ടു. ഇന്ന് രാത്രി നമ്മളൊരു കാര്യം ഓർത്തോണം, നമ്മൾ ഇന്ന് കഴിക്കുന്ന പലരും വിഷമൊക്കെയാണ്. എങ്കിലും ദൈവം നമ്മെ ഈ പരിശുദ്ധാത്മാവിനെ വിഭജിച്ച് നമ്മെ ശക്തീകരിച്ചു, സത്യമാക്കി വിടുവിച്ചു യേശുവിന്റെ നാമത്തിൽ. അടുത്തത് അഞ്ചാമത്തെ കാര്യം, രോഗിയുടെ മേൽ കൈവച്ചാൽ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ഭൂതങ്ങളെ പുറത്താക്കി, രണ്ട് പുതുഭാഷകളിൽ സംസാരിക്കും, മൂന്ന് പാമ്പുകളെ പിടിച്ചെടുക്കും, നാല് വിഷകരമായി എന്ത് കുടിച്ചാലും ഹാനി വരികയില്ല, അഞ്ച് രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇനി ഞാനിവിടെ നടന്നൊരു സംഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ആരംഭമാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഗുരുവൊന്നും ഇല്ല, എന്നെ ശുശ്രൂഷ ചെയ്ത് പഠിപ്പിക്കാനോ സ്റ്റേജോ ഒന്നും എനിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവൻ അങ്ങനെ ഇരിക്കുമ്പം ഒരു കന്നടക്കാരി കയറി വന്ന് ഭൂതം പിടിച്ച പ്രവചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഈ പെണ്ണ് സംസാരിക്കത്തില്ല, രാവിലെ തൊട്ട് പെണ്ണ് സംസാരിക്കുന്നില്ല. ഞാനന്ന് വന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയെടുത്ത് പറഞ്ഞ പാസ്റ്റർ, എനിക്ക് ഞാൻ ആരംഭമല്ലേ പാസ്റ്ററിന്റെ പ്രാർത്ഥന. അന്നേരം പുള്ളി എടുത്ത് പറയുന്നേ, നമ്മൾ ഈ ആവശ്യമില്ലാത്ത എടുത്ത് കൈയിടാൻ പോകുന്നത്. എൻ്റെ ഉള്ള വില കൂടെ അങ്ങ് പോയി. ഞങ്ങളുടെ കാടിയുടെ ഷാരോനൊരു പാസ്റ്ററാന്ന് കാടി പറഞ്ഞിട്ട് കൊണ്ടുവന്ന. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളിൽ ഭൂതത്തേക്ക് ജാതിക്കും. നിങ്ങളൊരു കാര്യം ഓർത്തോണം കേട്ടോ. നിങ്ങൾ ഭയങ്കര, ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവം ഈ പറയുന്നത്. ഈ പെണ്ണും ആ കന്നഡക്കാരും വന്നു വിട്ടിരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്കെന്തോ ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ, എന്തോ വീണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കാനും പോയില്ല, പറയാനും പോയില്ല. ഞാൻ ഒരു പാട്ട് പാടും, യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടോടിടും. ആ പാട്ടങ്ങ് പാടി പെണ്ണയച്ച് താഴെ വീണു. ഞാൻ ഇതിൻ്റെ വേറെ ഭൂതം അങ്ങ് പോയി. കയ്യും വെച്ചില്ല, ശാസിച്ചതുമില്ല. ഇപ്പൊ പാട്ടിനകത്ത് വരെ ശക്തിയുണ്ട്. സ്വന്തം നമ്മൾ ഈ ആത്മാവിലൊക്കെ ദൈവത്തോടൊന്ന് സംസാരിച്ചിട്ടൊന്ന് കണക്ട് ആയാൽ നമ്മൾ പാടുന്നതിനകത്ത് തന്നെ രോഗികൾ സൗഖ്യമാകും. നമ്മൾ തിരുമേശ എടുക്കുന്നില്ലയോ, അല്ലെങ്കിൽ എടുത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നെ സൗഖ്യമാണ്. അത് വിശ്വാസത്തോടെ ദൈവികമായ നിയമങ്ങൾ അനുസരിച്ച് ദൈവവചനപ്രകാരം നമ്മൾ അതനുസരിച്ച് ചെയ്താൽ നമ്മളിലുള്ള രോഗങ്ങൾ മാറും. വിശുദ്ധ ചുംബനം കൊടുക്കുമ്പോൾ അവരിലുള്ളതും മാറും. പക്ഷെ നിന്റെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കണം. ഇത് ദൈവം മഹത്വപ്പെടുന്ന ഏത് ശുശ്രൂഷയാണുള്ളത്? ദൈവനാമം മഹത്വപ്പെടുന്നത് ഏത് ശുശ്രൂഷയിൽ കൂടെ ഉണ്ട്? നിങ്ങൾ പാടുന്നതിനകത്തുണ്ടോ? നമ്മുടെ ഭജന ശുശ്രൂഷയിലുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. പ്രാർത്ഥനയിലുണ്ടോ? തിരുമേശ എടുക്കുന്നതിന് നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടോ?
വിശുദ്ധ ചുംബനം കൊടുത്തത് കൊണ്ട് ഒരാൾ നിങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയാനുണ്ടോ? എവിടെയാണ് ദൈവശക്തി വ്യാപരിച്ചത്? ഇന്ന് രാത്രി വന്നതുപോലെ പോകണ്ട. എനിക്കിതൊക്കെ ഒന്ന് അനുഭവിക്കാൻ ആഗ്രഹമുള്ള കൈയൊക്കെ പോകുമ്പോ നല്ലോണം അങ്ങ് പോക്ക് കാണിച്ചു നോക്കാം. രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആരോഗ്യമുള്ള സൗഖ്യത്തിനുള്ള ദൈവശക്തിയെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് എനിക്ക് ഒരിക്കൽ മിനി ഇവിടെ കുതിരയെ കുറിച്ച് നിങ്ങളടുത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? അവൾ എൻ്റെ അടുത്തും പറയാറുണ്ട്. പക്ഷേ കുതിരയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ കുതിര അവരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെസ്സഞ്ചർ അതെ. അവളെ ഞാനിങ്ങനെ വിശ്രമമില്ലാതെ ചെയ്യുന്നതുകൊണ്ട് എന്നെ ഉപദേശിച്ചതാണ്. പിന്നെ ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടു. വിശ്രമം ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ ഈ പഴയ നിയമം നമ്മൾ പഠിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ, പഴയ നിയമം പഠിച്ചാൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറയും, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇനി ദൈവം അവരോട് നിങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. പക്ഷെ യാത്രയിൽ ബലഹീനത ഉണ്ടായി, അനുസരണക്കേട്. ഇനി അവർ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ദൈവം കൊടുത്തൊരു വ്യവസ്ഥ. പന്നിയെ തിന്നരുത്. നമുക്ക് ഏറ്റവും ഇഷ്ടം പന്നിയെ. ഞാനിപ്പോ പന്നിയെ കഴിക്കണ്ടെന്ന് പഠിപ്പിക്കുമല്ലേ, നിങ്ങൾ കഴിക്കുമല്ലേ. പിന്നെ മീൻ്റെ ചെറുപ്പലില്ലാത്തത് കഴിക്കരുത്. നമ്മൾ ചെറുപ്പലില്ലാത്തത് നോക്കി അടങ്ങുക. 2, 3 കുളമ്പ് പിളക്കാത്തതിനെ കഴിക്കരുത്, ചത്തതിനെ കഴിക്കരുത്. പിന്നെ ഒരുപാട് ഈ പരുന്തോ കീരുന്തോ ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ വായിക്കാൻ സമയമില്ല. ഇതിനെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അറിയാമോ? ഇവർ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പുതിയ നിയമസഭയിലും നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് കർത്താവിന് ഇഷ്ടമാണെങ്കിലും പിശാച് നമ്മെ ബലഹീനമാക്കാൻ അവന്റെ കയ്യിലുള്ള പരിപാടിയുമായി ഇങ്ങനെ നടക്കുക. ഒരു പക്ഷേ അത് വന്നാലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ആത്മീയ രോഗമുണ്ട്, ശാരീരിക രോഗമുണ്ട്. സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും ഈ സൗഖ്യം വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. എൽഡേഴ്സ്, ഡീക്കൻസ്, മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇതൊക്കെ നമ്മുടെ വാഗ്ദത്തങ്ങളാണ്. പക്ഷെ ഈ വാഗ്ദത്തങ്ങൾ നമ്മളിൽ നടക്കുവാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ച കാര്യം മറക്കല്ലേ. ദൈവിക അനുഗ്രഹത്തിന് ഒരു വഴിയുണ്ട് കേട്ടോ. അതിലപ്പുറം റൂട്ട് കേട്ടാലൊന്നും വഴി ഉണ്ടാകത്തില്ല. കറക്റ്റ് റൂട്ടിൽ കൂടെ പോയെങ്കിലേ അനുഗ്രഹം. നമ്മുടെ പരിശ്രമങ്ങൾ ഇന്നലെ ഞാൻ വായിച്ചൊരു വാക്യമുണ്ട്. ഭക്തിയാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അധ്വാനത്തോട് അതിനൊട്ടും കൂട്ടുന്നില്ല. സ്വത്രം. അതിന്റെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്തു.
മിനിയുടെ അനുഭവം ഞാൻ പറഞ്ഞു കൊടുത്തു. ഞങ്ങൾക്കുള്ള സമ്പാദ്യം ദൈവഭക്തിയോടുകൂടെ ജീവിച്ചത് കൊണ്ടുവന്ന സമ്പത്താണ്. യഹോവ ഭക്തിയോടെ ആണോ? വചനം തെറ്റുമോ? പണ്ട് ഞാൻ പറയും വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാത്ത ഒറ്റ പുസ്തകമേ ഉള്ളൂ, ബൈബിളാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ദൈവം തന്റെ മക്കളെ തന്റെ ദൗത്യത്തിനായി അത്ഭുതകരമായ സംരക്ഷണത്തോടും ശക്തിയോടും നമ്മെ അവന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. ദൈവം തന്റെ മക്കളെ തന്റെ ദൗത്യത്തിനായി, ആരുടെ ദൗത്യത്തിനായി? അല്ലാതെ നീ സൗഖ്യമായിട്ട് ലോകത്തിലോട്ട് സിനിമ കാണാനല്ല. എന്നെ സൗഖ്യമാക്കുന്നത്, എന്നെ സൗഖ്യമാക്കി നിർത്തിയിട്ടും ദൈവത്തിന്റെ ദൗത്യത്തിനാണ്. മരണകരമായ എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് ദൈവത്തിന്റെ ദൗത്യത്തിനാണ് എന്നെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. പുതിയ ഭാഷയോട് ഞാൻ സംസാരിക്കുന്നത് ദൈവിക ദൗത്യത്തിന് വേണ്ടിയാണ്, അവന്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. 5 മെതകളുണ്ട്. ഞാൻ 5ഉം കൂടെ പഠിപ്പിക്കാനാണ് വന്നത്. 9 മണി എവിടെ 5 നമ്പരത്തില്ലേ, ഒന്നുപോലും പറയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിന്റെ അധികാരം പിന്തുണയാണ്. യേശുവിന്റെ നാമം നീ പറയുമ്പോൾ നീ അറിയാതെ ഒരു അധികാരം ദൈവം നിനക്ക് നൽകും. ഒരിക്കൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ദൈവദാസൻ യേശുവിന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയാണ് ഭൂതണങ്ങിയിരിക്കുക. ആ ഭൂതം പറയാണ്, നീ പോട പേട്ടിച്ചേർക്ക, നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാനുള്ള ഒന്നുമില്ല, ഒരധികാരമില്ല. അപ്പൊ ഈ ദൈവദാസൻ ചോദിച്ചു, അഭിഷിക്തൻ ചോദിച്ചു, നീ ആരാണ്? ഞാൻ ലൂസിഫർ, ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. അത് ഞാൻ കേട്ടോണ്ടില്ല. ഞാൻ മുകളിൽ നിന്ന് കയറി ഇറങ്ങി, ഈ അല്പകാലവും നിന്റെ മാസ്റ്റർ വരുന്ന സമയം, അതുകൊണ്ട് ഞാൻ ഇറങ്ങി എന്ന് പ്രവർത്തിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് കൽപ്പകാലം ദൈവം വളരെ വിശുദ്ധിയോട് വേർപാടോട് ജീവിക്കണം, പിശാച് ഇറങ്ങി എന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പിശാച് പറയുകയാണ്, നീ പറയുന്ന നാമം ഉണ്ടല്ലോ, ആ യേശുവിന്റെ നാമം, അത് ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയാണ്. അത് നീ പറയുമ്പോ എന്റെ ശക്തി ക്ഷയിക്കാണ്. എന്നിട്ട് അടുത്തൊരു വാക്ക് പിശാച് പറയുന്നൊരു വാക്കുണ്ട്, ഇപ്പോഴും നിന്റെ അടുത്ത് നിൽക്കണമെന്ന് നിനക്ക് ശക്തി തന്നു. അതൊക്കെയാണ് നമ്മൾ ഇപ്പോഴും നിന്റെ അടുത്ത് നിൽക്കുന്നവൻ ആ ദൈവദാസൻ കാണുന്നില്ല. എന്റെ അടുക്കലും നിങ്ങളുടെ അടുക്കലും നിനക്ക് ശക്തി കുറയുമ്പോ ശക്തി തരുന്ന, അധികാരം തരുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കലുണ്ട്. The Holy Spirit, the power of God. എത്ര പേർക്ക് തോന്നുന്നുണ്ട് എന്റെ അടുക്കലുണ്ടോ? എന്റെ അടുക്കൽ യേശു ഉണ്ടോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം ഉണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന അടുത്ത യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം തന്റെ ജനത്തിൽ കൂടെ രോഗശാന്തിയും ഉണർവും നടത്തുന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവശക്തിയും സംരക്ഷണവും പ്രവർത്തിച്ചുകൊണ്ട് അവർ ഭയപ്പെടാതെ ദൈവരാജ്യത്തിനായി മുന്നോട്ട് പോകണം. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. യേശുവിന്റെ നാമം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീരപ്രവൃത്തിയുടെയും രോഗശാന്തിയുടെയും അവൻ ആത്മാവിൽ നിറഞ്ഞ ദൈവശക്തിയുടെ ഉറവിടമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ഈ നാമമാണ് ദൈവം നമുക്ക് ഉപയോഗിക്കാൻ, അധികാരത്തോടെ ഉപയോഗിക്കാൻ, പിശാചിനെതിരെ, സാത്താനെതിരെ, അവന്റെ തന്ത്രങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ തന്ന ഏറ്റവും ശക്തിയേറിയ ഒരായുധമാണ്
യേശുവിൻ ഇന്ന് രാത്രിയിൽ വിശ്വാസിയായിട്ട് മാത്രം ഇരിക്കാനല്ല, പിന്നെയോ ഈ നാമത്തിന്റെ അത്യന്ത ശക്തി എന്റെ വീട്ടിൽ അറിയണം, എന്റെ ശരീരത്തിലും ആത്മാവിലും പ്രാണനിലും അറിയണം, എന്റെ പ്രോപ്പർട്ടിയിൽ അറിയണം. അല്ലെങ്കിൽ ഒരു അവകാശം, എന്റെ ജീവിതത്തില് ഒരവകാശം ദൈവം എനിക്ക് തന്ന ഒന്നിന്റെ പേരും ഇവന്റെ സ്വാധീനം ചെലുത്തരുത്. ദൈവം ഇല്ല എന്നും ദൈവമെല്ലാം തരികയെന്നൊക്കെ പറയിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു പിശാചുണ്ടെന്ന് അറിഞ്ഞോണം. ദൈവകാര്യങ്ങളെ വിശ്വസിപ്പിക്കാതിരിക്കുന്നത് എങ്ങനെ ഇതിനെ വിജയിക്കാമെന്നുള്ള അടുത്ത കാര്യങ്ങൾ ഈ ആഴ്ച പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ മനസ്സിലാകുമ്പോഴേ പലതും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നും അവന്റെ അവകാശത്തിൽ ഇരിക്കുന്നുവെന്നും പലർക്കും പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ കണ്ണിന് യേശു ഒരിക്കലും എനിക്ക് വേണ്ടി ശാസിക്കത്തില്ല, നിങ്ങൾക്ക് വേണ്ടി ശാസിക്കത്തില്ല. ശാസിക്കുവാനുള്ള അധികാരം യേശു എനിക്ക് നിങ്ങൾക്കുമാണ് തന്നത്. ഇന്ന് രാത്രി മറക്കരുത്. കണ്ണീര് വേണം, അത് നിന്റെ പാപമോചനത്തിനായി, നിന്റെ മാനസാന്തരത്തിനായി. നശിക്കുന്ന ലോകത്തിന് വേണ്ടി നീ കണ്ണീരോട് പ്രാർത്ഥിക്കും. പക്ഷേ ശത്രുവിനെതിരെ നിൽക്കുവാൻ ഇന്ന് രാത്രി നീ എടുക്കേണ്ട ഒരു ആയുധമുണ്ട്. അത് യേശുവിന്റെ നാമമാണ്. Power of God. Hallelujah. Amen. ശക്തിയേറിയ ആയുധങ്ങൾ ഇനിയും 4 പഠിക്കാറുണ്ട്. ഇന്ന് രാത്രി അവൻ ഏറ്റവും ശക്തിയേറിയ ആയുധം, എല്ലാറ്റിനും ഇത് ബലം നൽകുന്ന, ശക്തി നൽകുന്ന, ശത്രുവിനെ വളരെയധികം സ്വാധീനിക്കുന്ന, ഫലം ചെയ്യുന്ന ഏറ്റവും വലിയ ആയുധം, മൂർച്ചയേറിയ ആയുധമാണ് യേശുവിന്റെ നാമം. ഇന്ന് നീ ഓർക്കണം, ഇന്ന് ശത്രുവിന്റെ മുമ്പിൽ നീ കരഞ്ഞുകൊണ്ടല്ല നിൽക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടും അധികാരത്തോടെ യേശുവിന്റെ നാമത്തില് ചിലതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന അവൻ വിട്ടുതരാതെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ എഴുന്നേൽക്കണം. എനിക്ക് ഈ നാമത്തിലുള്ള വിടുതൽ ആവശ്യമുണ്ട് എന്ന് ഈ ഭാഗത്ത് എത്ര പേർ കാണും? ആ കൈ ഉയർത്തി എല്ലാം എഴുന്നേൽക്കട്ടെ. ഇവിടെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ജീവിതത്തിൽ വിടുതൽ ആവശ്യം? എല്ലാവരും സൂര്യനിരിക്കുന്നവർക്ക് അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാം. ചെയ്യാൻ പറ്റുന്നവരെല്ലാം വലിയൊരു ദൈവപ്രവൃത്തി സൂര്യൻ വ്യാപരിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ.